ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ക്ലാരിഫിക്കേഷൻ എന്ന്. അപ്പോൾ നമ്മളൊരു മാസം മുന്നേ ഒരു Q&A വീഡിയോ ചെയ്തിരുന്നു. ആ Q&A വീഡിയോയിൽ എൻ്റെ നാട്ടിലെ കുറച്ച് വ്യക്തികളെ എന്നെയും എൻ്റെ ഫാമിലിയെയും ഉപദ്രവിച്ചതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വ്യക്തികളെ ഞങ്ങൾ ഉപദ്രവിച്ചിന്ന്. അപ്പോൾ അതിനെ പറ്റിയിട്ട് വിശദീകരിച്ച് പറയുന്നത് കുറച്ച് ചെറ്റകളായിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചെറ്റകളായിട്ടുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് എന്തായി കൊണ്ടു സംഭവം എല്ലാവരും പറഞ്ഞിട്ട് ആ നാടിനെ മൊത്തമോ അല്ലെങ്കിൽ ക്ലബിനെ മൊത്തമോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിനെ മൊത്തമോ അല്ലെങ്കിൽ മഹല്ല് കമ്മ്യൂണിറ്റിയെ പറ്റിയോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ഉപദ്രവിച്ച കുറച്ച് ആൾക്കാരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഇതാ ഈ അടിയിലിട്ടരാം. ഞങ്ങൾ ആൾക്കാർക്ക് സദാചാരം എന്ന് പറഞ്ഞാലേ ചെറ്റകളായിട്ടുള്ള ഒരു കുറച്ച് നാട്ടുകാരാണ്. അപ്പൊ അവർക്ക് എന്താ ഇത് സംഭവം പെട്ടെന്ന് കൊണ്ട് ഞങ്ങളാണല്ലോ അത് ചെയ്തത്, അപ്പോ ഞങ്ങളെ പറ്റിയിട്ട് പറയാൻ മാത്രം ആയോ എന്നുള്ളൊരു ഇതില് ഇങ്ങോട്ട് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്ത്. അല്ല, ക്ലാരിഫിക്കേഷൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പെർമിഷൻ എടുത്തിട്ടാണ്. പിന്നെ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഞങ്ങളെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. അതെ, ഞങ്ങളെ പ്രോപ്പർട്ടിയിലല്ലാതെ ഞങ്ങൾ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ കയറിയിട്ട് ഞങ്ങൾക്ക് പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ പറയും കേട്ടോ. അപ്പോൾ അന്ന് നടന്ന കുറച്ച് വിഷയങ്ങൾ ഞങ്ങളെ പ്ലാറ്റ്ഫോമായ ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾക്ക് പറയാനുള്ള പെർമിഷൻ ഞങ്ങൾ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് നോട്ടേണേ പ്രോപ്പർട്ടി. അപ്പോൾ എന്ന് പറഞ്ഞാലേ പിന്നെ വേറെ കാര്യം എന്താ വെച്ചാല്, നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളി, ബ്ലോക്ക് ചെയ്ത് കളഞ്ഞോളി, നിങ്ങൾക്ക് തട്ടി മാറ്റിക്കോളി. നമ്മളാരും നിങ്ങളോട് ഞങ്ങളെ വീഡിയോ കണ്ടിരിക്കുന്ന പറയണ്ട. നമ്മളെ ഇഷ്ടപ്പെടുന്നവര് മാത്രം ഞങ്ങളെ വീഡിയോ കണ്ടാൽ മതി. അല്ലാതെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുണ്ടാവും. അതല്ല ഇങ്ങനത്തെ വീഡിയോ അല്ല ഓൽക്ക് ഇത് നമ്മൾ ഇടുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, അതാണ് ഓൽക്ക് പ്രശ്നം. ഞങ്ങളെ കണ്ടന്റ് കണ്ടിട്ട് ഈ വൈതെറ്റി പോയ പിള്ളേരുണ്ട് എത്ര. നിങ്ങൾക്ക് നമ്മളെ കണ്ടന്റ്. അപ്പൊ ഗൈസ്, എനിക്ക് എന്റെ ഫാമിലിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ കൂടെ നിന്നാ മതി. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളി. സ്കിപ്പ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മളെ വീഡിയോസിന്റെ താഴെ തെറി കമന്റ് ഇടുന്ന ആൾക്കാരെ ഞാൻ അങ്ങോട്ട് പോയിക്കാണ്ട് തെറി കമന്റ് ഇടില്ല. ഞാൻ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. അതുപോലെ ചെയ്തോളി, ബ്ലോക്ക് ചെയ്തോളി. അപ്പൊ നമ്മളെ വീഡിയോ വരുമ്പോൾ നമ്മളെ ശല്യം ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ഒരു പ്ലാറ്റ്ഫോമാണിത്. നമുക്ക് അതായത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ഞങ്ങൾ ഒരാളെ ചൂണ്ടിക്കാണിക്കാനോ ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയാണ് പറയണൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുറച്ച് വ്യക്തികൾ എന്നാണ്. അപ്പൊ ഈ വീഡിയോന്റെ അടിയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ആ കമന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞങ്ങളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമില് 83,000 ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ഫേസ്ബുക്കിൽ 23,000 ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ യൂട്യൂബിൽ 15,000 മുകളിൽ 16,000 ആവാനായി. അത്ര ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മതി. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നു എനിക്കത്ര ഒരു പ്രതീക്ഷയില്ല. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് പിന്നെ വൈതെറ്റി പോണ ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്താളി പ്ലീസ്. കാരണം നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഇതുവരെ ഞങ്ങൾ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മളെഴുതി. പിന്നെ ചില ആൾക്കാരുടെ ഞങ്ങള് ഉയർത്തിക്കൊടുന്ന ഞങ്ങളെ പ്ലാറ്റ്ഫോം കഷ്ടപ്പാടിലൂടെ പൊട്ടി മുളച്ചുണ്ടാക്കിയതല്ല. പിന്നെ ആ വീഡിയോന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകൾ ഞങ്ങൾ വായിച്ചല്ല, ബാക്കിയൊക്കെ ഞാൻ സ്ക്രീനിലിട്ട് തരാം. അപ്പൊ ഈ കമന്റ്സ് ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പെർമിഷൻ കിട്ടിയിട്ട് ചെയ്യണ ഒരു വീഡിയോ ആണ്. കാരണം ഒരാളെ മുന്നിൽ നാണം കെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഞങ്ങൾ ചെറ്റകളെന്ന് വിളിക്കാൻ എന്തിനാണെന്നും ചെറ്റകളെന്ന് എന്തിനാണ് വിളിച്ചത് എന്നും പിന്നെ വിളിക്കാനുള്ള കാരണം ഒരാളും വെറുതെ ഒരാളെ തെറി പറയേ അല്ലെങ്കിൽ ചെറ്റകളെന്ന് വിളിക്കുക ചെയ്യൂല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സ്വബോധമില്ലാത്ത ആൾക്കാരാ. കാരണം പിന്നെ വേറൊരു കാര്യം, ഈ ഞങ്ങളെ കയറി ചൊറിയണ ആളുകളിലെ കുറച്ച് വ്യക്തികളുടെ മക്കളെ പറ്റിയിട്ട് എനിക്ക് നന്നായിട്ട് പച്ചക്കറിയാം. അത് വേറെ കാര്യം. അപ്പൊ ഞാൻ അനുഭവിച്ചതിനെക്കാട്ടി മുകളിൽ ഇരിക്കണ പടപ്പുണ്ടെങ്കിൽ, പടച്ചോന്ന് പറഞ്ഞ വ്യക്തി മുകളിൽ ഇരിക്കണ്ടെങ്കിൽ
കർമ്മ എന്ന് പറഞ്ഞ സാധനം ഞാനും എന്റെ അമ്മ എന്റെ പെരക്കാരും വേദനിച്ചിങ്ങാണ്ട് അപ്പുറം നിങ്ങൾക്ക് വേദനിക്കും. വേദനിക്കും. കാരണം എന്താ അത് വെച്ചാൽ ഞങ്ങളെ കണ്ണോണ്ട് കാണും ചെയ്യും. ഈ ഇതിന്റെ തലവൻ ഉണ്ടല്ലോ, തലവനായി നിന്നിട്ടുള്ള ഞങ്ങളെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു തലവൻ ഉണ്ട്. ആ തലവൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കണ്ണോണ്ട് കാണുന്നുണ്ട്. ഈ പറഞ്ഞ വ്യക്തികളൊക്കെ അത് കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതേ മനസ്സിലാക്കാൻ കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങള് പ്രാർത്ഥിക്കണം, ഞങ്ങളെ പഠിച്ചോൻക്കറിയാം. അതുകൊണ്ട് മനസ്സിലാക്കാം. പറഞ്ഞ സാധനം കിട്ടും, തിരിച്ച് കിട്ടും. ഞങ്ങള് വേദനിച്ചതിനെക്കാട്ടി അപ്പുറം കിട്ടും. ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോടല്ലട്ടോ ഈ ചൂടായിക്കാണ്ട് പറയണത്. ഞങ്ങളെ വെറുക്കണ, ഞങ്ങളെ ഉപദ്രവിച്ച കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഞങ്ങള് ചെറ്റകള് എന്ന് വിളിച്ച ആ ആൾക്കാരോടാണ് ഞങ്ങൾ ഈ ചൂടായിക്കാണ്ട് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് എന്റെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം മുഴുവൻ ജനങ്ങളും ഇന്ന ഒന്നും ചെയ്തിട്ടില്ല. 100%-ൽ 90% ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ 10% ഒരു പണിക്കും പോവാതെ ഔടിയും പടി മൂലക്കലും മുക്കലൊക്കെ പോയി ഇരിക്കുന്ന ആൾക്കാരാണ് ഈ ചൊറിയാൻ വരുന്നത്. അപ്പൊ എന്താണ് ഈ ഇനിയിപ്പോ ഞാൻ പഠിക്കും പോടാ. ഞാൻ അന്ന് Q&A ഇട്ട സമയത്ത് അതാകെ ചർച്ചാ വിഷയമായിട്ട് നാട്ടിൽ നിന്ന് എനിക്ക് ഗ്രൂപ്പിലൊക്കെ പോണ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് തരാം. നമ്മളെ പറ്റി പറയണതൊക്കെ എല്ലാ എവിഡൻസും കാര്യങ്ങളും ഇന്റെ അടുത്തുണ്ട്. എല്ലാതും A to Z 4 വർഷം നടന്ന പ്രശ്നത്തിന്റെ എവിഡൻസ് വരെ ഞങ്ങളുടെ അടുത്തുണ്ട്. ഈ പ്രശ്നം വന്ന സമയത്ത് ഓരോരുത്തർ വോയിസ് വെച്ച് വിടാണ്, എടാ അന്ന് ഇങ്ങനെയൊക്കെയാണല്ലോ കേട്ടത്, അപ്പൊ അതൊന്നും സത്യമല്ലേ, കമന്റ് വായിച്ചു കൊടുക്കുക. ഒക്കെ എല്ലാ വോയിസും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച് കമന്റ് വായിച്ചു കൊടുക്കും. അപ്പൊ കമന്റ് ഞാൻ വായിച്ചുതരാം. നിങ്ങളുടെ നാട്ടിൽ നടന്ന കാര്യം നിങ്ങൾ എന്തായാലും ഒന്ന് തെളിയിച്ച് പറയണേ. നിങ്ങളെ പറ്റി ഒരുപാട് വന്നിട്ടുള്ളത്. നമ്മളെ പറ്റി പറഞ്ഞത് എന്തായാലും നമ്മൾ പറഞ്ഞുതരാം. പിന്നെ എന്താണ്, നിങ്ങളെ പറ്റി ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ 2 പേരെയും വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പൊക്കിയിട്ട് കല്യാണം കഴിച്ചതല്ലേ. ഞാൻ സൗദിയിൽ നിൽക്കുമ്പോ 1.5 വർഷം കഴിഞ്ഞിട്ട് നമ്മളെ കെട്ടണത്. അല്ലാതെ കട്ടിലിന്റെ അടിയിൽ നിന്ന് പൊക്കിയിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോയി കെട്ടിച്ചൊന്നുമല്ല. പിന്നെ വേറെ കാര്യം, നിങ്ങളെ പറ്റിയിട്ട് നമ്മളും കേട്ടിട്ടുണ്ട് ബാഡായിട്ടുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നത് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾ 2 പേരെയും പാതിരാക്ക് ബെഡ്റൂമിൽ നിന്ന് പൊക്കിയെന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. അന്നെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയിട്ട് പറഞ്ഞ് കേട്ടിരുന്നല്ലോ. അപ്പോൾ അതൊന്നും സത്യമല്ലേ? നാട്ടുകാർ നിങ്ങളോട് ചെയ്തതിനെ പറ്റി നിങ്ങൾ ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ ചെയ്തൊരു വീഡിയോ ചെയ്യണേ. നിങ്ങളെ പറ്റി ഒരുപാട് ബാക്കി കമന്റ് ഞങ്ങൾ സ്ക്രീനിൽ തരാം. അതന്നെയാണ് മെയിൻ ആയിട്ട്. എന്താ അറിയോ, ഈ ആൾക്കാർ ഇപ്പൊ ഇവിടുന്ന് കേട്ടതല്ല ആ തലക്കെത്തുമ്പോ എന്ന് പറഞ്ഞാല് ഇവിടെ സംഭവിച്ച കാര്യം അവിടെ എത്തുമ്പോത്തിന് അത് രാത്രിയായി, കട്ടിലിന്റെ അടിയിന്നായി. എല്ലാരും ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്ത് എന്താ അറിയോ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് പറയണം എന്നുള്ളൊരു ഇതുണ്ടായതുകൊണ്ട് തന്നെയാണ്. കാരണം 4 ആൾ അറിയണം അന്ന് എന്താ സംഭവിച്ചെന്ന്. എനിക്ക് അറിയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എന്റെ ഫാമിലിയിൽ അറിയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരറിയണം. എന്റെ ഫാമിലിയിൽ ഓൾറെഡി അറിയാം. കാരണം എന്താ വെച്ചാല് ഇല്ലാത്ത പറഞ്ഞ അത് പറയാം, അത് കഥ നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ ഇതൊക്കെ തുടങ്ങുന്നത് എവിടെന്നാ വെച്ചാൽ ഒരു കല്യാണം വീട്ടിൽ നിന്നാണ്. ഇവൻ എന്നെ കണ്ടിട്ടുള്ളത് എന്റെ കസിന്റെ, എന്റെ അമ്മായിന്റെ മോളെ കല്യാണത്തിൽ നിന്നാണ്. അങ്ങനെ ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട്. എന്റെ ഉപ്പ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഇപ്പനോട് പറഞ്ഞു, എന്റെ ഉപ്പാനോട് പോയി പറഞ്ഞു, എന്നോട് പറയണ്ട, ഇച്ച അതിനോടൊന്നും താല്പര്യമില്ല പറഞ്ഞു. അതിൽ ഇവൻ അന്നൊന്നും ഇപ്പോഴും സംസാരിച്ചില്ല. പിന്നെ എന്താണ് ഇവൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് സ്വാഭാവികം. ഇപ്പൊ ആരും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാത്ത ആൾക്കാരില്ല. അങ്ങനെ ഇൻസ്റ്റയിൽ ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചപ്പോ ഞാൻ പറഞ്ഞേ, അന്ന് എക്സാമിന്റെ സമയം, അന്ന് കൈറ്റ് എക്സാം എടുക്കാണ്. അപ്പൊ ഏത് സമയത്താണ് ഇതൊക്കെ പിടിച്ചതൊക്കെ നമുക്ക് ചില ആൾക്കാർ പറയണ്ട് 9ാം ക്ലാസ്സിൽ പഠിച്ചുമ്പോഴാണ് ഞങ്ങൾ അഫയർ തുടങ്ങിയത് തന്നെ March 9. അതായത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരിയിലേക്ക് മോഡൽ കഴിഞ്ഞ മാർച്ച് കടന്നിക്കണം. അപ്പൊ March 9 IT എക്സാം ആണ്. March 9 നല്ല ഓർമ്മ ഉണ്ട്. അങ്ങനെ പിന്നെ ഇവൻ എന്നോട് അപ്പളൊക്കെ പ്രപ്പോസ് ചെയ്ത് ഞാൻ കൊറേ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ചോദിച്ചു എന്തെങ്കിലും അപ്പളൊക്കെ എന്നോട് പറഞ്ഞെന്താ വെച്ചാല്, പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഉപ്പാനോട് വന്നിട്ട് ചോദിക്കും. അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തുണ്ട് റംഷീദ് അറിയിട്ടാ. റംഷീനെ അറിയും. SPC എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടാവും. റംഷി എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ കുട്ടീനെ കാണിച്ചു കൊടുത്തപ്പോ തന്നെ ഇതിന്റെ പെങ്ങളുട്ടിയുടെ അജ്ജ് വാന്ന് പറഞ്ഞിട്ട്
ഇന്നെ നേരെ കൊണ്ടുപോയി ഇവനെറ്റ് റംഷിദാണ് ഞാൻ എന്റെ വീട്ടിക്ക് ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവനെ ഉച്ചക്ക് വിളിച്ചാണ് എന്റെ ഉപ്പാനോട് പറഞ്ഞിക്കണേ എനിക്ക് നിങ്ങളെ കുട്ടീനെ ഇഷ്ടാണ്. അപ്പൊ ഞാൻ എന്റെ ഉപ്പ എന്താ ചെയ്ത് പോന്നോ ഇവളപ്പാനോട് ഞാൻ ചോദിച്ചിരുന്നേ ഇക്ക് നിങ്ങളെ മോളെ ഇഷ്ടാണ്, എനിക്ക് പ്രായമായി കഴിഞ്ഞ് ഓളെ കെട്ടിച്ചു തരുമോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇജ്ജ് എവിടെ ഉള്ളത് ഇജ്ജ്. അപ്പോൾ ഞാൻ അന്ന് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ബാംഗ്ലൂരാണ്. ഞാൻ നാട്ടിലെത്തിയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നാട്ടിലെത്തിയതിനു ശേഷം ഞാൻ ഈ SPCക്കാണ് ഫസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. ഓളെ വാപ്പ അങ്ങനെ പെരീക്ക് വരാൻ പറഞ്ഞിരിക്കണേ, നമുക്കൊന്ന് പോയേക്കാം. അപ്പോൾ ആരുടെ കുട്ടി, ഏതാ കുട്ടി, എവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു. കുട്ടി ഇത് നമ്മളെ കുട്ടീനെടാന്ന് പറഞ്ഞിട്ട് ഇന്നെ നേരെ ഇവളെ വീട്ടിൽ കൊണ്ടുപോയി. ഇവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവളെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും ഇന്നെ നല്ലോണം ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ ഞാൻ വീടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പരിസരമോ കാര്യങ്ങളൊന്നുമല്ല നോക്കിയത്. നല്ലൊരു കുട്ടി, നമുക്ക് വേണ്ടത് നല്ലൊരു കുട്ടിയാണ്. അങ്ങനെയാണ് ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടത്. ഇവൾക്കും അതൊരു ഹൈലൈറ്റ് ആയി. കാരണം എന്താ വെച്ചാൽ ഞാൻ ധൈര്യത്തോട് കൂടി അവളെ വാപ്പാനോട് ചോദിച്ചപ്പോൾ ഇഷ്ടമായി. ഞാൻ വിളിച്ചുകൊണ്ടില്ലേ അല്ലേ, മെസ്സേജ് അയച്ചുകാണ്. ഞാൻ പറഞ്ഞേ ഞാൻ വരുന്നുണ്ട്, വരണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തടയാനൊക്കെ നോക്കി. പക്ഷെ ഞാൻ ധൈര്യത്തിൽ വന്നു, ചോദിച്ചു. ചെറിയ കസിനാണ്. അപ്പൊ റംഷീന്റെ കൂടെയാണ് ഇവ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വന്നത്. അങ്ങനെ റംഷീനായിട്ട് വന്ന് സംസാരിച്ചിട്ട് എന്റെ ഉപ്പാക്കായാലും എന്നെ പറ്റി, എന്റെ ഉമ്മാക്കായാലും എന്നെ പറ്റി, അങ്ങനെ എല്ലാവർക്കും പറ്റി. അങ്ങനെ പിന്നെ ഞാൻ ഇവളെ ഇടക്കിടക്ക് കാണുന്നുണ്ടെങ്കിലൊക്കെ ഞാന് പിന്നെ ഇപ്പാനോട് ചോദിക്കും ഞാൻ നാട്ടിലെത്തിക്കണേ. അപ്പൊ ഇപ്പൊ പറയോ നമ്മൾ ഉച്ചക്കാണ് പോയി കാണലും സംസാരിക്കലൊക്കെ ഉച്ചക്കാണ്. ഇപ്പൊ പറയോ പോരെ സംസാരിച്ചോ ഇന്റെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, ഫുഡ് കഴിക്കും, അതേപോലെ സംസാരിക്കും, എല്ലാവരും കൂടി സംസാരിക്കും, ഇവൻ പോവും. നമ്മളിപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും വെളിച്ചത്ത് വന്നിട്ട് അനാശാസനം ചെയ്യണവരുണ്ട് വെളിച്ചത്ത് അനാശാസനം ചെയ്യണവരുണ്ട്. എല്ലാരും മുന്നിൽ കൂടിയാണ് വരുന്നതും പോണതൊക്കെ, എല്ലാരും മുന്നിൽ കൂടിയാണ്. നമ്മൾക്ക് തെറ്റ്. ഞാനേ ഇവളെ രണ്ട് അനിയത്തിമാരും കാരണോലും എല്ലാരും ഉള്ള സമയത്ത് ഞാൻ എത്തിയിട്ടില്ല. എല്ലാരും ഉള്ള സമയത്ത് ഞാൻ വരലുള്ളൂ. പിന്നെ സ്കൂള് വിടുന്ന സമയത്തൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ കാണാൻ വരലുണ്ട്. ഒക്കെ സ്വാഭാവികമാണ്, ഇപ്പൊ എല്ലാരും ചെയ്യുന്നതാണ്. മനസ്സിലായോ? പിന്നെ എന്റെ വീട്ടിൽ വന്നിട്ടുള്ളത് എപ്പോഴാ അല്ല നിക്ക് അതിന് ശേഷം ഞാൻ ഇവിടെ സ്കൂൾക്കൊക്കെ വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടായി. നാട്ടിൽ കേറിയിട്ടുണ്ടെങ്കിൽ കാല് വെട്ടും, കൈ വെട്ടും, തല വെട്ടും. സൗദി അറേബ്യയിലൊക്കെ തല വെട്ടൂല, അതേമാതിരി തല വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. പിന്നെ അവന്റെ വീട്ടിൽ വന്നിട്ടുള്ളത് എന്റെ ഉമ്മമ്മ ഇപ്പയും വന്നിരുന്നു. അപ്പൊ ഇവനെ കാണണമെന്ന് പറഞ്ഞു. ഇവനെ എങ്ങനെ എന്റെ ഉമ്മാന്റെ ഫാമിലിയിലൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവനെ കാണുന്ന പറഞ്ഞപ്പോ എന്റെ ഉമ്മമ്മ ഇപ്പയും വന്ന സമയത്ത് ഇവനെ വിളിച്ച് ഇപ്പം വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. ഇമ്മമാക്കും ഉപ്പാക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ വലിഞ്ഞു കയറി വന്നിട്ടില്ല, ഇന്നെ വിളിച്ചിട്ടേ വന്നിട്ടുള്ളൂ. ഇമ്മമാക്കും ഉപ്പാക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഇവനെ ഇഷ്ടപ്പെട്ടു. എന്റെ ഉമ്മാന്റെ കുടിയിൽ ഇപ്പൊ നല്ല കമ്പനി, നിന്റെ കാരണവന്മാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും നല്ല സംസാരിച്ചത്. പിന്നെ എന്റെ വീട്ടിൽ വന്നിട്ടുള്ളത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ പ്രശ്നം, ഇവിടുന്നാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യണത്. പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നാട്ടിൽ കയറരുത്, കയ്യും കാലൊക്കെ മുറിച്ചെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നിരുന്നു എനിക്ക്. എന്ന് പറഞ്ഞാല് നാട്ടിൽ കൂടി പോകാൻ പാടില്ല. വധ ഭീഷണി. എനിക്കടോ നിങ്ങളെ നാട്ടിൽ കൂടെയാണ് പിന്നെ കല്യാറമ്പക്ക് പോകാൻ പറ്റുള്ളൂ. അതേമാതിരി കൽപ്പഞ്ചേരിക്കൊക്കെ ചാടണമെന്നുണ്ടെങ്കിലൊക്കെ ഷോർട്ട് കട്ട് നമ്മളെ കൂടെ ഉള്ളത്, ഇവരെ വീട്ടിലെ കൂടെ ഉള്ളത്. അപ്പം ഞാൻ അതിൽക്കൂടി പോവാതെ എനിക്ക് അതിൻ്റെ മുകളിൽ കൂടി പറന്നുകാണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവളെ ചെറിയ അനിയത്തിൻ്റെ ബർത്ത്ഡേ വന്നത്. അന്ന് ഇവളെ പിന്നെ എല്ലാവരും ഉണ്ട് അല്ലേ, പെരിയിലെല്ലാവരും ഇല്ലേ, പെരിയിലെല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ ഇവളെ വാപ്പാക്ക് വിളിച്ചോണ്ട് ചോദിച്ചു, ഇനിയിപ്പോ നാട്ടുകാരൊക്കെ വിലങ്ങനായി നിൽക്കുന്ന സമയത്ത് ഞാൻ വരുന്നത് ശരിയാണോ ചോദിച്ചു. ഓളെ വാപ്പ പറഞ്ഞു ധൈര്യമായിട്ട് പോരെ, നമ്മള് ഒരു ചെറിയൊരു പരിപാടി അവിടെ പെരിയിൽ വെച്ചിട്ടുണ്ട്. പരിപാടി ആങ്ങളുടെ മോന് എന്റെ ചെറിയ അനിയത്തിനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാനും കണ്ടിട്ടില്ല. അപ്പൊ ഇവർ രണ്ടാൾ നാട്ടിൽ വന്ന സമയത്ത് ഫവാസ്, ഓന്റെ പേര് ഫവാസ് എന്നാണ്. ഫവാസ് എന്ന് പറഞ്ഞ വ്യക്തി ഇവനക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഇജ് ഉണ്ടടാ ഞാൻ ഓളെ കുഞ്ഞിനത്തിനെ കാണാൻ പോകണ്ട് പറഞ്ഞു. പക്ഷെ അതിന്റെ മുന്നേ ഇവനക്ക് വിളിച്ചിക്കണേ, ഇജ് പോന്നോണ്ടി ഫവാസ് വരുന്നുണ്ടല്ലോ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പം പറഞ്ഞു ഞാനില്ല, നാട്ടിലാകെ അപ്പൊ പിന്നെ ഫവാസ് ഫവാസ് ഇവനക്ക് വിളിച്ചാണ് പറഞ്ഞു,
എന്താണ് ഇജ്ജ് എന്തിനാ പേടിക്കണേ, ഇജ്ജ് ഇന്റെ അപ്പല്ല പോനെ, ഇജ്ജ് പോരാറിഞ്ഞു. അങ്ങനെ പിന്നെ ഇപ്പം പോന്നു. ഇപ്പം വലിയ കയറി വന്നതൊന്നുമല്ല, ഇന്റെ ഇമ്മയും എല്ലാരും അറിഞ്ഞാണ്ട് വന്നത് തന്നെയാണ്. എടോ നിങ്ങളെ വീട്ടില് ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ നാട്ടിലെ ഇപ്പൊ ഞങ്ങൾക്ക് നേരെ നിന്ന ആൾക്കാരെ വീട്ടിൽ 18 വയസ്സായ കുട്ടികളുണ്ടാവും. സംഭവിച്ചു ബബിൾക്ക് അന്ന് 18 വയസ്സായിട്ടുള്ളൂ. 18 വയസ്സായ കുട്ടികൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഫ്രണ്ട്സുകൾ ആരും വരില്ലേ? ഇല്ല 18 വയസ്സായിട്ടില്ല, 17 വയസ്സായിട്ടുള്ളൂ. അതാണ് ഇവർ കയറി ചേർന്നത്. 17 വയസ്സായിട്ടുള്ളൂ. എന്താണ് ഒന്നും ചെയ്യൂല അങ്ങനെ പറഞ്ഞാണ് ചേർന്നത്. അങ്ങനെ ഞാനും ഫവാസും വന്ന് മുട്ടായൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് മുട്ടായൊക്കെ കൊടുത്ത് ഞങ്ങള് എന്റെ അടിയിൽ ഒരു അനിയത്തി ഉണ്ട്, ഫിൽസ ഫാത്തിമ എന്ന് പറയും. മുട്ടായും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങള് ചോറൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട്. അപ്പൊ അപ്പുറത്തുനിന്ന് പോയതാണ്, ഗ്രൂപ്പിലൊക്കെ പോയതാണ്, കാമുകം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 10, 30, 40 ആൾക്കാരും കൂട്ടിയിട്ട് 4-5 ആൾക്കാർ വന്നിട്ടാണ്. അപ്പൊ ഈ ബാക്കിൽ വന്ന 10, 30 ആൾക്കാർക്ക് അറിയില്ല. അല്ല ഞാൻ പറയട്ടെ ഈ ബാക്കിൽ വന്ന 10, 30 ആൾക്കാർക്ക് അറിയില്ല ഇത് എന്താ സംഭവം. അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെ കേട്ടിട്ട് പല പിന്നാലെ വണ്ടി വന്നതാ. ഈ മുന്നിൽ നിന്ന് ചെറിയുന്ന 4 ആൾക്കാർക്ക് അറിയുള്ളൂ ഇതിന്റെ ഇവിടെ എന്താ സംഭവം നടക്കണെന്നു എല്ലാതും അറിയാം. എന്നിട്ട് വന്നിട്ട് പറയണേ ഇവിടെ അനാശാസ്യം നടക്കണ്ടെന്ന്. ഞാൻ അനാശാസ്യം നടക്കണ്ടെന്ന്. ഞാനിപ്പോ തീരെ ഫുഡ് ഇല്ലാത്തോടത്തുനിന്ന് വന്നോന്നല്ല, ഞാൻ എന്നാലും ഒരു പരിപാടിയില്ലേ ഞങ്ങൾ വാക്കാല ഞാൻ കയറി ഞാൻ ഇവിടെ വാക്കാല എനിക്ക് തന്നും ചെയ്ത് ഞാൻ വാക്കാല അങ്ങോട്ടും കൊടുത്തും ചെയ്തിരിക്കണേ. പിന്നെ അതിലെന്ത് പ്രശ്നമാണുള്ളത്? വാപ്പാക്കും ഉമ്മാക്കും കുടുംബക്കാർക്കും ഇല്ലാത്ത എന്ത് ചൊറിച്ചിലാണ് നിങ്ങൾ നാട്ടുകാർക്കുള്ളത്? നിങ്ങൾ പറയും എന്നിട്ട് അനാശാസം നടക്കുന്നുണ്ട്, ഇവിടെ കൂട്ടിക്കൊടുപ്പ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്തത് മൊത്തം പറഞ്ഞുണ്ടാക്കി. ഇന്റെ വീഡിയോ അന്ന് എടുത്തിട്ട് ഇന്റെ കുടുംബത്തിൽ മൊത്തം ഇന്റെ അളിയന്മാർക്ക് ഇന്റെ എളാപ്പാന്റെ മോളെ ഭർത്താവിനൊക്കെ വിട്ടെടുത്തിട്ട് കാമുകനെ കട്ടിലടിന്ന് പൊക്കി കള്ളനെ പൊക്കി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്പ്രെഡ് ആയിക്കണ്. നിങ്ങളെ നിക്ക് ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കണ ഇതൊക്കെ ഇങ്ങനെ ചിരിച്ചുണ്ടല്ലോ, വല്ലാതെ ചിരിച്ചണ്ട. ആ ചിറി നിക്കണ ഒരു ദിവസമുണ്ട്, അന്ന് ഞങ്ങള് ചിരിച്ചു. അപ്പോൾ അന്ന് സംഭവിച്ചത് ഇതാണ്. ഉച്ചക്ക് 12 മണി 1 മണി സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് 10, 30 ആൾക്കാർ കൂടിയിട്ട് അനാശാസ്യം എന്ന് പറഞ്ഞാൽ പക്കാ ഗുണ്ടായിസം. ഏത് ഉള്ളിക്ക് കേറി വരാനുള്ള ഉള്ളിക്ക് കേറി വന്നിട്ടുള്ള ചെറിയല് പക്കാ ഗുണ്ടായിസം. ഇവരൊക്കെ എന്തിട്ടിട്ടാ വിളിക്കണ്ട്? നിങ്ങൾ പറയും എന്തിട്ടിട്ടാ വിളിക്കണ്ട്? തെറ്റുണ്ടോ നിങ്ങൾ പറയും. നിങ്ങൾ കമന്റ് ചെയ്യും. ഞങ്ങൾ അവരെ ചെറ്റകളെന്ന് വിളിച്ച് എന്തെങ്കിലും തെറ്റുണ്ടോ? ബാക്കി ഞാൻ പറഞ്ഞുതരാ. എന്റെ അമ്മ എന്ന് പറഞ്ഞ ഒരു പച്ച പാവ സ്ത്രീയാണ്. ഞാൻ പറഞ്ഞുതരാ. ഞങ്ങൾക്ക് പാവ സ്ത്രീ എന്ന് പറയാൻ കാരണം എന്താ അറിയാവോ? ഇല്ലാത്തവൻക്ക് അറിഞ്ഞു കൊടുക്കാൻ ആ സ്ത്രീക്ക് അറിയാം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അത്ര ഇല്ലായ്മന്ന് വന്ന അത്ര ഇല്ലായ്മന്ന് പൊന്തി വന്ന എന്റെ അമ്മാന്റെ അടുത്ത് ഉള്ളത് എന്റെ അമ്മ കൊടുക്കും. ഇതൊക്കെ ചെയ്തത് ആരാ അറിയോ? ഈ നമ്മള് തിന്നാൻ കൊടുത്ത കയ്യിന് കൊത്തുകാന്ന് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ടീമാണ്. അസൂയ കൊണ്ട് വെക്കാന്ന് പറയില്ല, അങ്ങനെ വെച്ചത്. ബാക്കി ഞാൻ പറഞ്ഞുതരാ. ഇനിയിപ്പൊ എന്റെ അനിയന്റെ ഫ്രണ്ട്സാളായാലും വീട്ടിൽ വന്നാല് എന്റെ അമ്മ എന്താ പറയാ ഉള്ളത് മുഴുവൻ എടുത്തു കൊടുക്കും. എന്റെ അനിയന്റെ ഫ്രണ്ട്സാളെ ഇപ്പൊ ഈ ഫ്രണ്ട്സാളതൊക്കെ കേൾക്കണെന്ന് അറിയാം, സ്റ്റോർ റൂമിൽ തപ്പലും അത് തിന്നലും. കാരണം എന്റെ അമ്മക്ക് പറഞ്ഞാല് മക്കളെ പോലെയാണ്, അതേപോലെ ഇതിലൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നും കൊറേ ഉണ്ടായിട്ടൊന്നുമില്ല. എന്റെ അമ്മ അങ്ങനെ ഒരു വ്യക്തിയാണ്. എന്നിട്ട് എന്റെ ഇമ്മാനെ പറ്റിട്ടും ഇവനെ പറ്റിട്ടും നാട്ടിൽ എന്താ പറഞ്ഞിട്ടുണ്ടാക്കിയാരോ, ഇവർ തമ്മിൽ ബന്ധാണ്. ഞാൻ ഇവളെ ഉമ്മയും തമ്മിൽ ഭയങ്കര ബന്ധത്തിലാണ്. ഞാൻ അല്ല എന്റെ ബൈക്കിന്റെ എനിക്ക് ബൈക്ക് ഉണ്ട്, സംഭവം ശരിയാ. പക്ഷെ എന്റെ ബൈക്കുമ്മ ഇന്ന വരെ കല്യാണം കഴിഞ്ഞിട്ടായാലും ഇനിയിപ്പൊ അതിന്റെ മുന്നായാലും ബൈക്കുമ്മ കേറിയിട്ടില്ല. സ്കൂട്ടിമ്മയിലേക്കോട്ടെ ബൈക്കുമ്മ എന്റെ ബൈക്കുമ്മ കേറിയിട്ടില്ല. ഇനി ഇവളേറ്റ കേറി പോരുന്നത് കണ്ടിട്ട് ഇനി ഇവളെ അമ്മാനെ ആക്കിയതാണോ എന്താ? അങ്ങനത്തെ ആൾക്കാരാണ്. എന്താ പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് അവിടെ എത്തുമ്പോത്തിന് വേറെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് ആക്കുകയാണ്. മനസ്സിലായ? പടച്ച റബ്ബ് ഇത് ഫുള്ള് കാണുന്നുണ്ട്. പടച്ച റബ്ബ് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, പടച്ച റബ്ബിനറിയാം. വിളിച്ച് പ്രാർത്ഥിക്കണം പടച്ച റബ്ബ്. ഇതൊന്നല്ല സത്യാവസ്ഥ, ഞങ്ങള് പറയണതല്ല സത്യാവസ്ഥ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എറ്റി വരി, തെളിവെറ്റി വരി. പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായ ചെറിയ അനിയത്തി ഇവനക്ക് ഉണ്ടായതാണ്. ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ പച്ചക്കെന്തിനെ പറഞ്ഞറിയോ? കുറെ ആൾക്കാർ ഇത് അറിയണം, കുറെ ആൾക്കാർ അറിയാണ്ട് ഇപ്പോഴും എന്റെ അമ്മ അതുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരുടെ ഇടയില്. എന്റെ ചെറിയ അനിയത്തിനെ കണ്ടാണ്ടല്ലോ
ഇപ്പാനെ അങ്ങോട്ട് പറിച്ചു വെച്ച മാതിരിയാ. ഇപ്പാനെയും അർഷദിനെയും അർഷദ് എന്ന് പറഞ്ഞാൽ ഇവളെ അനിയനെയും പറിച്ചു വെച്ച മാതിരിയാ. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് നമ്മൾ ഓരോടൊന്നും മുണ്ടാതെ ഞങ്ങൾ സൈലന്റ് ആയി പോയി. എന്നിട്ട് അന്ന് ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞല്ലോ. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു മാസം കൊണ്ട് സൗദിക്ക് കയറിപ്പോയി. പക്ഷെ അപ്പോഴും ഈ പെണ്ണുങ്ങള് നാട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ. പെണ്ണുങ്ങള് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി കട്ടിന്റെ അടിയിൽ പൊക്കിന്ന് പറഞ്ഞാലാണ് ആകെ പരത്തിണ്ടാക്കിയത്. ആ വോയിസ് ഇപ്പോഴും എന്റെ അടുത്തുണ്ട്. എന്നോട് നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കാരണം ഞാൻ അപ്പൊ റെക്കോർഡ് ചെയ്ത് വെക്കും. കാരണം ഡിലീറ്റ് ആയി പോകാൻ അറിയില്ലല്ലോ. ഈ വീഡിയോ കാണുന്നതില് ആ നാട്ടിലുള്ള ആൾക്കാര് ഇന്ന രാത്രി വന്ന് പൊക്കി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. മനസ്സിലായ? കമന്റ് ചെയ്യും. അത് വെറുതെ ഫേക്ക് അക്കൗണ്ടിലൊന്നും വന്നിട്ടില്ലല്ലേ. നിങ്ങൾക്ക് മുഖം വെളിവത്താക്കിയാണ്ട് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പിന്നാലെ പോകാൻ നല്ല താല്പര്യമാണ്. എന്നിട്ട് രാത്രി പൊക്കിന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ഇവന് പിന്നെ ഗൾഫിക്ക് പോയിട്ടോ. ഞാൻ ഗൾഫിൽ പോയി, ഞാൻ സൗദിക്ക് പോയി. സമയമൊക്കെ അങ്ങനെ പിന്നെ എന്താ ഇവർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത എന്റെ ഉമ്മക്ക് എനിക്ക് ഇന്നെ പറഞ്ഞില്ല, ഇമ്മാനെ പറഞ്ഞില്ല. എനിക്ക് അത്രയും ടെൻഷൻ ആയത്. കാരണം എന്റെ അമ്മ ഒന്നിനും പോകാത്ത ഒരാളാണ്, എല്ലാരും സഹായിക്കണ ഒരാളാണ്. അതായത് ഉണ്ടായിട്ട് സഹായിക്കല്ല. എന്റെ ഉമ്മക്ക് എന്താ പറയാ, വരുന്നവർക്കൊക്കെ എന്റെ അമ്മ തിന്നാൻ കൊടുക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അങ്ങനെ പിന്നെ എന്താണ് ഞാനിപ്പോ എന്റെ അടുത്ത ബസ് സ്റ്റോപ്പിലൊക്കെ പോയിരുന്ന് ബസ്സൊക്കെ കയറാൻ പോയിരിക്കുമ്പോ ആൾക്കാർ ഇങ്ങനെ ചൂണ്ടി കാണിക്കില്ല, ഒരുമാതിരി നോട്ടോ നോക്കി കാണിക്കാൻ ചെക്കൻ്റെ ഒപ്പം പൊക്കിയത്. എടോ ഇനിയിപ്പൊ എത്ര പൊക്കിയതായാലും എന്തായാലും ഞാൻ ഓളെ കെട്ടി എനിക്കൊരു കുട്ടിയായി. അല്ലാതെ ഓള് വേറെ കെട്ടിപ്പോയതോ അല്ലാതെ പിന്നെ വേറെ ഇതിക്ക് പോയതൊന്നല്ല. ഞാൻ തന്നെ ഓളെ കെട്ടിയും ചെയ്ത് എന്റെ ഇതിൽ ഓൾക്കൊരു കുട്ടി ഉണ്ടായി ചെയ്ത്. പിന്നെ നിങ്ങക്ക് എന്ത് ചൊറിച്ചിലാടോ. ബാക്കി പറഞ്ഞുതരാം. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ നോട്ടം കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കസിൻസിൻ്റെ അടിക്ക് പോവുകയാണെങ്കിലും ഇതൊക്കെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞതാണല്ലോ എല്ലാവരും വിശ്വസിക്കുക. നമ്മളെ വാക്ക് കേൾക്കാൻ അന്നൊരു മനുഷ്യനല്ലേ ഉണ്ടായിട്ടില്ല. എന്നിട്ട് എൻ്റെ അപ്പ എൻ്റെ കസിന് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഇനി എൻ്റെ അപ്പ കേൾക്കാത്തൊന്നുമില്ല. എന്നിട്ട് എൻ്റെ അപ്പ വന്നിട്ട് ഇങ്ങനെ പറയാ ഈ നമ്മളൊക്കെ എന്താ പേരോട് ചെയ്തത്. അപ്പോൾ അന്നും എൻ്റെ അമ്മ എന്താ പറഞ്ഞറിയോ, പടച്ച റബ്ബ് മുകളിലിരിക്കണമെങ്കിൽ ഇവർക്കൊക്കെ കിട്ടും, നമ്മളെ പറഞ്ഞവർക്കൊക്കെ കിട്ടും. നിങ്ങൾക്കൊക്കെ മക്കള് വലുതാവട്ടെ, നമുക്ക് കാണാം. എന്നിട്ട് എനിക്ക് പഠിക്കാൻ, അതായത് നാട്ടുകാർ ഇങ്ങനെ പലതും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നല്ല മാർക്കുള്ള ഒരു വ്യക്തിയാ. നമ്മളെ കാണുമ്പോ ഒരു നോട്ടോ, പിന്നെ എന്താ പറയാ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നം കഴിഞ്ഞ് ഇവര് വന്ന് പറഞ്ഞുണ്ടാക്കിയതിന് ശേഷം ഈ ആൾക്കാരെ നോട്ടും കാര്യങ്ങളെ കൊണ്ടും പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയിൽ പോകാൻ പറ്റാത്തത് കൊണ്ടൊക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാനസികമായിട്ട് എനിക്ക് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാനസികമായിട്ട് ഞാൻ തുറന്ന് പറയാണ്, മാനസികമായിട്ട് എനിക്ക് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അമ്മക്ക് വയ്യാതായിട്ടുണ്ട്. സൂയിസൈഡിന്റെ ബക്കത്ത് വരെ കൊടുന്ന് എത്തിച്ച പ്രശ്നങ്ങളാണ് ഇതൊക്കെ. എന്നിട്ടും അന്നും എൻ്റെ കൂടെ നിന്ന് എൻ്റെ വാപ്പി ഇമ്മയാണ്. അതുകൊണ്ട് അത്രയും സന്തോഷമുള്ളൂ, വാപ്പി അമ്മീന്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങള് കഴിഞ്ഞ വീഡിയോയില് ഞങ്ങള് ചെറിയൊരു പോർഷൻ പറഞ്ഞിട്ടുള്ളൂ, കുറച്ച് ചെറ്റകളെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരാളെയും ഞങ്ങള് ഫോട്ടോ വെച്ചിട്ടോ കുടുംബ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടോ ഒന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അത് ചെയ്യിപ്പിക്കരുത്. നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് ഇതാക്കിയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. മനസ്സിലായോ? വീഡിയോ കാണുന്ന നമ്മളെ ഫാമിലിനോട് നമുക്കിത് തുറന്നു പറയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ പെർമിഷൻ ചോദിച്ച സമയത്ത് നിങ്ങളെ അനുഭവം നിങ്ങൾക്ക് എവിടെയും പറയാന്ന് പറഞ്ഞത്. നിങ്ങൾ ഒരു വ്യക്തിനെയാ ഒരാള് ചൂണ്ടി കാണിക്കണില്ലല്ലോ, നിങ്ങളെ അനുഭവല്ലേ നിങ്ങൾക്ക് എവിടെയും പറയാം. ഇത് ഇന്ത്യ മഹാരാജ്യാണ്, അല്ലാതെ സൗദി അറേബ്യ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഇത്രയും തുറന്നടിച്ച് പറയണത്. അപ്പൊ എന്താ പറയാ, എന്നിട്ട് വന്നിട്ട് ഇവരൊക്കെ പാടെ കേറി ചെറിഞ്ഞ് എന്നിട്ട് ഇവൻ ചാടി പോയിച്ചിട്ട് മറ്റേ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പെരന്റെ ചുറ്റും നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്റെ ഇപ്പൊ ഇവന് അത്രയും ക്ലോസാ, ഇപ്പോഴും ഫ്രണ്ട്സ്. ഞാൻ പറയട്ടെ, ഇവളെ വാപ്പാന്ന് പറഞ്ഞാല് എന്താ പറയാ, എന്ത് കാര്യത്തിനും നമ്മളെ കൂടെ കട്ടക്ക് നിക്കണ ഒരാള്. വാപ്പാന്ന് ഉപ്പാന്ന് വിളിച്ചാൽ ചിലപ്പം കുറഞ്ഞു പോകും. സത്യം പറയാ അത്രക്ക് കട്ട. ഇമ്മായാലും എല്ലാരും തളർന്ന സമയത്ത് ഞങ്ങളെയൊക്കെ ഇല്ലാത്ത സമയത്ത് ഞങ്ങളെ കൂടെ നിന്ന വ്യക്തികളാണ്. ഇവരടുത്ത് ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങളടുത്ത് കോടികള് പോയിട്ട് ഇതുപോലും ഇല്ല, എന്നാലും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജീവിക്കണം മനുഷ്യന്മാരാണ്. അതാണ്, ഇല്ലാത്ത സമയത്ത് ആര് കൂടെ നിന്നോ അവരെ ഒരിക്കലും മരണം സംഭവിച്ചാൽ പോലും നമ്മൾ മറക്കൂലെന്നാ ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്.
പിന്നെ അപ്പൊ ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് അല്ല നാട്ടിലുള്ള കുറച്ച് വ്യക്തികൾ നാട്ടിലുള്ള കുറച്ച് വ്യക്തികളോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് ഞാൻ അയിക്കൂടി ഇതിൽ കൂടി പോകുമ്പോ കുറുക്കന്മാരെ മാതിരി കൂവാനോ ഇതാക്കാനോ നിക്കണ്ട. ഞാൻ നിങ്ങളെ ഒരു പ്രശ്നത്തിന് വരുന്നില്ല. പിന്നെ വലിയൊരു മാനനഷ്ടത്തിന്റെ ഒരു കേസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റേഷനിലൊന്നും ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കൂല. അപ്പൊ മാനനഷ്ടത്തിന്റെ കേസിന്റെ ഒരു പവർ എന്താന്നുള്ളത് ഒരു വക്കീലിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു നോക്കിയാളെ. നിക്ക് ഞാൻ പറയട്ടെ. അപ്പൊ ഞങ്ങളിത് ഞങ്ങളിത് നേരെ ചെറിയാൻ വന്നാലേ ഞങ്ങൾ സ്റ്റേഷനിലോ അവിടെ ഒന്നും പോയി കൊടുക്കൂല. ഞങ്ങൾ നേരെ വനിതാ കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി ഞങ്ങൾ ചോദിച്ചു വാങ്ങും. കേസിന്റെ പിന്നാലെ പോകാൻ എനിക്ക് നല്ല താല്പര്യം. കാരണം എന്താ പറയുക, എനിക്കത് കണ്ടന്റാ. ഞാനത് കണ്ടന്റ് ആക്കും. എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ട് ഞാനത് റവന്യൂ ആക്കും. എനിക്ക് പൈസ കിട്ടും. എനിക്ക് ആ പൈസ ഇട്ട് കേസ് നടത്താം. മനസ്സിലായോ? ഞാൻ ഈ കേസ് ഒരു വനിതാ കമ്മീഷനിൽ ഒരു മാഡത്തിനോട് ഫുള്ള് ചോദിച്ചതാണ്. എന്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചാണ്. എട്ടിന്റെ ലോക്കാണ്. മാഡം എന്നോട് എന്താണ് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? അന്ന് മോള് വന്നോ നമ്മൾ കൂടെ വനിതാ കമ്മീഷൻ പറഞ്ഞതാണ് എന്ത്, എനിക്ക് എന്ന് ഈ കേസ് ഓപ്പൺ ആക്കണം തോന്നിയോ അപ്പൊ വരാന്ന്. കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, എന്റെ ഫാമിലിനോട് പറഞ്ഞില്ലേ, ആ എല്ലാം ഞാൻ പേപ്പറിൽ എഴുതിയിട്ട് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അതിന്റെ കോപ്പി മാനനഷ്ടത്തിന്റെ എന്താ വകുപ്പ് എന്താന്ന് ചോദിച്ചാളേ, ശരിക്കും ചോദിച്ചാൽ എനിക്ക് ഇന്റേതാക്കണ്ട. എന്റെ അമ്മ അനുഭവിച്ച കുറച്ച് വേദനകളുണ്ട്. അത് ഞാൻ എന്തായാലും മനസ്സിലായില്ലേ. അപ്പൊ നിങ്ങളെ കാലിന്റെ അടിയിൽ നിങ്ങളെ കാലിന്റെ അടിയിൽ ജീവിക്കുന്ന ആൾക്കാരെ പേടിപ്പിച്ചാൽ മതി. ഇന്നെ പേടിപ്പിക്കാൻ വരണ്ട. മനസ്സിലായ? ഞാൻ പേടിക്കൂല. ഞാൻ ഇതല്ല ഇതിന്റെ അപ്പുറം കഴിഞ്ഞു വന്നതാ. ഇന്നെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പിന്നെ ഈ വീഡിയോ കാണുന്ന ഇന്നെ വിമർശിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് എൻ്റെ നാട്ടിൽ പോയി കണ്ട് അന്വേഷിച്ചാൽ മതി. ഇതല്ല ഇതിന്റെ അപ്പുറം കഴിഞ്ഞു വന്നതാ. അപ്പൊ അതുകൊണ്ട് എന്താ അറിയോ, എനിക്ക് ഒരാളി പേടിയില്ല. പടച്ച റബ്ബിനല്ലാതെ ഒരാളി പേടിയില്ല. ഇന്റെ മേത്തേക്ക് ഇനി ചെറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ കേസ് അതൊന്നുമില്ല. പിന്നെ ബാക്കി പ്രാർത്ഥിക്കണ ഞങ്ങളെ പടച്ചോണി ഇന്നേ വരെ ഞങ്ങൾ കൈവിട്ടിട്ടില്ല. എല്ലാ പ്രതിസന്ധിയിലും താങ്ങായിട്ടും തണലായിട്ടും. എനിക്ക് ഇത്രേ ഉള്ളൂ, മേലെ ആകാശം താഴെ ഭൂമി, അത്രേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചോളി, വെറുതെ ചൊറിയാൻ വരണ്ട, ഞാൻ കേറി മാന്തും. അപ്പൊ ഇത്രേ ഉള്ളു പറയണേ. അപ്പൊ ഈ ഒരു വീഡിയോ എന്റെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കുള്ളതല്ല, കുറച്ച് വ്യക്തികൾക്കുള്ളതാണ്. ഞാൻ ഒരിക്കലും നാട്ടിലെ മുഴുവൻ ജനങ്ങളെ കുറ്റം പറയൂല. കാരണം ഇന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുവിധം മനുഷ്യന്മാർ അതിലുണ്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും അവരെ പറ്റി പറയാൻ പറ്റില്ല. പിന്നെ ഈ വീഡിയോ ഞാൻ പെർമിഷനോട് കൂടി പറയുന്ന ഒരു വീഡിയോ, പെർമിഷനോട് കൂടി ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ ഇട്ടതാണ്. മനസ്സിലായ? ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. മനസ്സിലായ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യാം. അപ്പൊ ഗൈസ്, ഈ ചെറ്റകളായിട്ടുള്ള വ്യക്തികളെ എന്ത് വിളിക്കണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.